ഹിൽസ് കാണാനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ റബ്ബർ തോട്ടവും കൈതത്തോട്ടവും പിന്നെന്താ അങ്ങ് ദൂരെ കുറേ മലകളും ഒക്കെ കണ്ടാണ് നമ്മളീ പോകുന്നത്. കൊല്ലം ജില്ലയിലുള്ള വളരെ കുറച്ച് ടീ എസ്റ്റേറ്റുകളിലൊന്ന് ഈ അമ്പനാട് ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നാണ്. അടുത്ത കാലത്ത് ഇൻസ്റ്റഗ്രാം റീലിലൂടെയാണ് ഈ സ്ഥലം കുറച്ച് പോപ്പുലർ ആയത്. നമ്മൾ ടീ എസ്റ്റേറ്റിലോട്ട് അങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ്. തേയിലത്തോട്ടം മാത്രമായിട്ട് ഇങ്ങനെ കിടക്കാന്ന് വിചാരിക്കരുത്, കൂടെ ഇങ്ങനെ കുറേ വൃക്ഷങ്ങളും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അമ്പനാട് ഹിൽസിലോട്ടുള്ള എൻട്രി പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ UPI എടുക്കത്തില്ല, അതുകൊണ്ട് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലേ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീ. ഈ കാണുന്നത് ആ എൻട്രൻസിനോട് ചേർന്നിട്ടുള്ള അമ്പനാട് പോസ്റ്റ് ഓഫീസും റേഷൻ കടയുമാണ്. ഇതിനടുത്തൊരു ചെറിയ ചായക്കടയുണ്ട്, വേണമെങ്കിൽ ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ശരിക്കും അമ്പനാട് ഹിൽസ് കാണാൻ പോകുമ്പോൾ ഏറ്റവും വെർത്തായിട്ട് നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത് ചിലപ്പോൾ ഈ ട്രാവൽ തന്നെ ആയിരിക്കും. ഇവിടെ നമ്മുടെ ടിക്കറ്റ് കാണിക്കണം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യാനാണ് ആ ചേട്ടൻ അവിടെ നിന്നത്. പോകുന്ന വഴി എസ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ലയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് ആദ്യത്തെ വ്യൂ പോയിന്റിലോട്ട് എത്താറായി. കുറച്ച് കോട കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. ഹിഡൻ ജെം ആണെങ്കിലും ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത വ്യൂ പോയിന്റ് കാണാം.
പാറയിൽ നിന്ന് ഇറങ്ങി നമുക്ക് അടുത്ത പാറയിലോട്ട് പോയാലോ? ദാ ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ട വ്യൂ പോയിന്റ്സ്. വീണ്ടും മുന്നോട്ട് ഞങ്ങൾ പോയില്ല, കാരണം കാറ് പോകാനുള്ള വീതി ആ റോഡിനില്ലായിരുന്നു, വളരെ നാരോ ആയിരുന്നു. പലരും ആദ്യം കണ്ട വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ചു പോകുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതിനൊരു കാരണം റോഡ് കുറച്ചധികം മോശമാണ്, പിന്നെ റോഡ് നാരോ ആണ്. ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവർ ഈ എൻട്രി ഫീ വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പർ ഗൈഡൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്, കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ഹിഡൻ പ്ലേസസ് ഉണ്ട് എന്ന്. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല, കാരണം നമുക്കത് എവിടെയാണെന്ന് അറിയത്തില്ല. പിന്നെ വന്യമൃഗങ്ങൾ എന്ന് പറയാനായിട്ട് ഞങ്ങൾ ഈ കുരങ്ങന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മതി, ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ കണ്ട പല ആൾക്കാരും ഇവിടെ ഒന്നും ഇല്ല, വരണ്ടായിരുന്നു, വെറുതെ വന്നു എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കണ്ടു. പക്ഷേ നമ്മൾ ഈ ട്രാവൽ ഒന്ന് എൻജോയ് ചെയ്ത് പോയാൽ വർത്താണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ വ്യൂ പോയിന്റ്സും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വ്യൂ പോയിന്റ്സ് ആണല്ലോ. ഏത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.